ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ നമ്മൾ ടൈലറിങ് ക്ലാസ്സിന് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മെഷീനാട്ടോ പരിചയപ്പെടുന്നത്. അപ്പോൾ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മെഷീൻ. ഇതുപോലൊരു മെഷീൻ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡ്രസ്സുകൾ തയ്ക്കാനും പുറത്ത് പോയി തയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല റേറ്റാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നതിന് പോലും നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടായിട്ട് നമ്മൾ തയ്ക്കാതിരിക്കുമ്പോൾ ചിലർക്ക് അറിയില്ല, തയ്ക്കാൻ അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് പതിയെ പതിയെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സ്റ്റിച്ചിങ് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീനിൽ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം ഓയിൽ കൊടുത്തു തരണം കേട്ടോ മെഷീനിൽ. അപ്പോൾ ഓയിൽ കൊടുക്കാനുള്ള പോയിൻറ്റുകളാണ് ഇതും അതുപോലെ തന്നെ ഇവിടെ ഓയിൽ എന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 3 പോയിൻറ്റുകൾ ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ജോയിൻറ്റിൽ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും കൊടുത്തിടാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലും നമുക്ക് കൊടുക്കാനുള്ളത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കൊടുത്തിടാം. പിന്നെ ജസ്റ്റ് മെഷീനൊന്ന് പൊക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലും കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ചവിട്ടുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഈ തിരിയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ഓയിൽ കൊടുക്കണം കേട്ടോ. പിന്നെ അതേ മെഷീൻ്റെ ഉൾഭാഗത്തായിട്ട് അവിടെയും കൊടുക്കണം. അപ്പോൾ ഓയിൽ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓയിൽ കൊടുത്തിട്ട് കഴിഞ്ഞാലേ നമ്മുടെ മെഷീൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ മോട്ടറൊന്നും വെച്ചിട്ടില്ലാത്ത മെഷീൻ. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊടുക്കുക, എന്നാലേ മെഷീൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ ആവുള്ളൂ. അപ്പോൾ അത് കാരണം ഓയിൽ നമ്മൾ എന്തായാലും കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മെഷീൻ്റെ ഈ സൈഡിലായിട്ട് കണ്ടോ, ഇതാണ് നമ്മുടെ കാണി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ വലിയ സ്റ്റിച്ച് ചെറിയ സ്റ്റിച്ചൊക്കെ ആക്കി മാറ്റാനായിട്ട് ജസ്റ്റ് തിരിച്ച് താഴോട്ട് മേലോട്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള കാണികൾ കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് അഴിക്കേണ്ടതൊക്കെയാണെന്ന് വെച്ചാൽ വലിയ കാണി ഇട്ടിട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് അഴിക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ചെറിയ കാണി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ഇത് നമ്മുടെ ബോബിൻ ചുറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ ബോബിനിൽ തനിയെ ഇങ്ങനെ നൂല് ചുറ്റാനായിട്ട് തുടങ്ങും. പണ്ടൊക്കെ നമ്മൾ ഒരു ഈർക്കിലീമലൊക്കെയാണ് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ പണ്ട് ബോബിൻ ചുറ്റിയിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണിത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് കേസ് ഇടുന്നത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പം നമ്മുടെ ബോബിൻ കേസിലിടുന്നതും നൂല് നമ്മളിങ്ങനെ പുറത്തോട്ട് വലിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ ഇന്നലെ കാണിച്ചിരുന്നു. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ കേസും അതുപോലെ തന്നെ ബോബിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേസ് താഴത്ത് കൂടിയാണ് കേട്ടോ കയറ്റേണ്ടത്. അതിനുശേഷം ഈ സെൻറ്റർ ഭാഗത്തോട്ട് നമുക്ക് എത്തിക്കണം. അപ്പോൾ ഈ ഒരു സെൻറ്ററിലായ ഒരു വടി പോലെ നിൽക്കുന്നത് കാണാം. ഇതിൽ നമ്മൾ ഈ കറക്റ്റ് സെൻറ്ററിലുള്ള ഈ ഹോളിൽ ഇങ്ങനെ കയറ്റാം. അതിനുശേഷം ഒരു ടിക്ക് കൊണ്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോഴാണ് ഇത് ഫിക്സ് ആവുന്നത്. പിന്നെ നമ്മുടെ സൂചിയിൽ നൂല് കോർത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഇതൊന്ന് തിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അടിയിലത്തെ നൂലും കൂടെ ഇങ്ങോട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കേസ് ഇടുന്നത്. ഇനി ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ നമുക്ക്. പിന്നെ ഉള്ളത് നമ്മുടെ നീഡിൽ, അതായത് നമ്മുടെ സൂചി മാറ്റുന്നതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മുടെ സൂചിയൊക്കെ ഒടിഞ്ഞ് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ സൂചി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇത് തിരിക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സാധനം ഇങ്ങനെ തിരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചോ നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇത് കണ്ടോ, ടയർ നമുക്ക് മേടിക്കുമ്പോൾ ഉള്ള ടയർ എന്തായാലും പൊട്ടും നമ്മുടെ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ തുണി ഉപയോഗിച്ചതുപോലെ പിരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ കൊടുക്കുമ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഊരിയിട്ടിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഈ ടയർ ഊരിയിട്ടാൽ മാത്രമേ നമ്മുടെ മെഷീൻ പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയിൽ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ടൈലർ മെഷീനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇനി സ്റ്റിച്ചിങ്ങൊക്കെ നമുക്ക് പഠിച്ച് തുടങ്ങാം. അപ്പോൾ മെഷീൻ വീട്ടിലുള്ളവർ നമ്മളതെങ്ങനെയെങ്കിലും സ്റ്റിച്ചിങ് പഠിച്ചെടുക്കുക. കാരണം പുറത്ത് പോയി നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തയ്ക്കാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.